ഇന്ന് ഞാനിവിടെ നാടൻ പലഹാരമായ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വറുത്ത അരിമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ മാവ് മിക്സ് ചെയ്ത് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുത്ത് അതിനുള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങ തന്നെ ഇതിനു വേണ്ടി എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി വേണം. 1/2 കപ്പ് നല്ല കട്ടിക്ക് ശർക്കരപ്പാനി കാച്ചിയത് വേണം. ഈ ശർക്കരപ്പാനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കാച്ചിയ ശേഷം തിക്കാക്കി എടുത്തിട്ട് അതിനെ നല്ലതുപോലെ 2 പ്രാവശ്യം അരിച്ചെടുക്കണം. ശർക്കരയിലുള്ള അഴുക്കൊക്കെ മാറിക്കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് ഏകദേശം 1/2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും വേണം. ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് കുറേശ്ശെ ഇട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി. മാവിന് നല്ല മയം വരത്തക്ക രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം. ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുത്താൽ മാത്രമേ മാവിന് നല്ല മയം കിട്ടത്തുള്ളൂ. തണുത്തു പോയി കഴിഞ്ഞാൽ ഹാർഡായി പോകും. മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് ഇതങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഏലക്കാപ്പൊടി എല്ലായിടത്തും മിക്സായ ശേഷം ഇതിലേക്ക് ഈ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല തിക്കായിട്ട് തന്നെ ഉരുക്കിയെടുക്കണം. ഇതിനി നല്ലതുപോലെ ഇത് യോജിപ്പിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ശർക്കരപ്പാനിയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെ ചേർന്ന് നല്ലതുപോലെ ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഉരുട്ടി പരത്തിയെടുക്കാം. ഇത് ഉരുട്ടുമ്പോഴാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ലതുപോലെ ഉരുട്ടിയ ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. എല്ലായിടവും ഒരേപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട്
ഈ മാവ് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഇനി ഈ മാവ് കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഒട്ടും വെളിയിൽ വരാത്ത രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കേണ്ടത്. കവർ ചെയ്ത് ഉരുട്ടി തന്നെ എടുക്കണം. ഇങ്ങനെ കവർ ചെയ്ത് ഉരുട്ടിയിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഒട്ടും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഫില്ലിംഗ് വെളിയിൽ ചാടും. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ഇനി ഇരിക്കുന്ന മാവെല്ലാം നമുക്കിതുപോലെ ഉരുട്ടി പരത്തി ഫില്ലിംഗ് വെച്ചിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കണം. കൊഴുക്കട്ടയെല്ലാം ഞാനിവിടെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 10-12 കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ആവി കയറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള പാത്രത്തിൽ പാകത്തിനുള്ള വെള്ളം വെച്ച് അത് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്ക് മുകളിലെ തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇതിൻ്റെ അടപ്പ് കൊണ്ട് ഇതങ്ങ് മൂടിക്കൊടുക്കാം. ഇതിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. കൊഴുക്കട്ടയുടെ കളറൊക്കെ മാറി ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ സ്വീറ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു കൊഴുക്കട്ടയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.